ഇപ്പോൾ ഇടപാടുകളെന്ന് കേൾക്കുമ്പം ഇത് കടയും കച്ചവടമൊക്കെ ഉള്ളവരെ പറ്റി മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഇടപാട് നടത്തുന്നുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ ജോലിക്കാരനെ വെക്കുമ്പോൾ അതൊരു ഇടപാടാണ്. നമ്മൾ കടയിൽ നിന്ന് പോയി സാധനം വാങ്ങുമ്പോൾ അതൊരു ഇടപാടാണ്. ഇടപാട് നടത്താത്ത ആളുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്നിപ്പം എനിക്ക് ഷോപ്പില്ല, ബിസിനസ്സില്ല, അതുകൊണ്ട് എന്നെ പറ്റിയല്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെല്ലാവരും ഇടപാട് നടത്തുന്നവരാണ്. കടയിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങാത്ത, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാത്ത, ആരെങ്കിലുമായിട്ട് ഇടപാട് നടത്താത്ത ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഇടപാടുകളിൽ മുഴുവൻ നമുക്ക് ഉപകാരപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു സംഗതി, ഇടപാടുകൾ നമ്മൾ പാലിക്കേണ്ട ഒരു സംഗതി സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുള്ള യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കരാറുകളെ, ഇടപാടുകളെ പൂർത്തിയാക്കാം. ഒരു കോൺട്രാക്റ്റ് എടുത്താൽ അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തുമ്പോൾ, ഉദാഹരണത്തിന് 120 റുപ്യൻ്റെ സാധനമാണെന്ന് കരുതി നമ്മൾ 100 റുപ്യ കൊടുത്തു. 20 ഷോർട്ടാണ്, ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 100 കൊടുത്തതല്ലേ എന്ന് കരുതി നമ്മളത് വിട്ടുകളയരുത്. ആ 20 കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ അവരത് മാപ്പാക്കി പൊരുത്തപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവോ വിവരമോ വേണം. ചിലപ്പോൾ കടലിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവർ പിന്നെ തന്നാൽ മതി എന്ന് പറയും. നമ്മളത് കേൾക്കാൻ നിൽക്കരുത്. പിന്നെ തന്നാൽ മതി പറയുമ്പോൾ പിന്നെ തരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർമ്മയുണ്ടേ തന്നാൽ മതി എന്നോ അല്ലെങ്കിൽ അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മളതിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ അവർക്ക് പ്രശ്നമില്ല. ആഖിറത്തിലെത്തി ചിലപ്പോൾ ഈ 5 റുപ്യ ആയിരിക്കും ആക്കും മുപ്പർക്ക് ഏറ്റവും വലിയൊരു പിടിവള്ളി. അത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇടപാടുകൾ പൂർത്തിയാക്കുക എന്നുള്ളത് ചെറിയ വാക്കിലെ ചെറിയ വ്യത്യാസമാണ്. പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നതും അത് പോട്ടെ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മളത് പിന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ഇടപാട് പൂർത്തിയാക്കുക. ഇത് സാധാരണ സ്ഥലമിടപാടിലും മറ്റു പലതിലും, പ്രത്യേകിച്ച് കോൺട്രാക്റ്റൊക്കെ എടുത്ത് കുറച്ചായിട്ട് പൈസ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 2000 അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാകും. അത് ബാക്കി വെച്ചിട്ട് എന്തിനാണ് ഒരു പ്രശ്നമാക്കാൻ നിൽക്കുന്നത്? ഇത് എങ്ങനെയാണെന്നറിയോ പ്രശ്നമാവാം? ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചോദിച്ചോളണം എന്നില്ല. എയർപോർട്ടിലൊക്കെ കുടുങ്ങുന്ന പോലെ ആയിരിക്കും പരലോകത്ത് കുടുങ്ങുക. കണക്കും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളുടെ ID, നമ്മളുടെ ഇടപാടുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച രാജ്യത്ത് നമ്മൾ പോയി എന്തെങ്കിലും ഇടപാട് നടത്തിയെന്ന് കരുതാം. ചിലപ്പോൾ അവസാനത്തെ മാസത്തെ വൈഫൈൻ്റെ ബില്ല് അടച്ചിട്ടുണ്ടാവില്ല, നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ ആ ഇടപാട് ക്ലോസ് ചെയ്യാതെ വരുമ്പോൾ ഫ്ലൈറ്റിന് ഓടി കയറുമ്പോഴായിരിക്കും അവിടെ നിൽക്കാൻ പറയുന്നത്. മനസ്സിലായില്ല? ഒരു കണക്കുണ്ട്, തീർത്തിട്ട് പോകാൻ പറയും. ആ സമയത്ത് പൈസ വേറെ ഉണ്ടാകും, പക്ഷെ ആ സമയത്ത് കൊടുക്കാൻ ചിലപ്പോൾ കയ്യിലുണ്ടാക്കണം എന്നില്ല. ഇങ്ങനെ പ്രയാസപ്പെടുത്തി ഇപ്പം ചെറിയ സംഖ്യയാണ്, ആദ്യം അറിയാമെങ്കിൽ കൊടുക്കായിരുന്നു. അത് വിട്ടുകളഞ്ഞു, പൂർത്തിയാക്കാതെ പോയി. എയർപോർട്ടിലെത്തിയപ്പോൾ കുടുങ്ങിയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇടപാടുകളിൽ നമ്മളും അവരും ശ്രദ്ധിക്കാത്ത ചെറിയ സംഗതികൾ ബാക്കി വെച്ച് പോയാൽ ഒരു പക്ഷേ പരലോകത്തായിരിക്കും ഈ കുടുങ്ങുന്നത് പോലെ. ഇത് തീർത്തിട്ട് പോകാമെന്ന് പറയുമ്പം അവിടെ ഒരുപക്ഷെ തീർക്കാൻ സാധിക്കണം എന്നില്ല. അപ്പം ഔഫൂ ബിൽ ഉഖൂദ്, ഇടപാടുകൾ പൂർത്തിയാക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സംഗതി ഖുർആനിൽ പറഞ്ഞത് പിന്നത്തേക്ക് വെക്കുന്ന ഇടപാടുകളാണെങ്കിൽ അത് എഴുതി വെക്കാൻ പറഞ്ഞു. ഇല്ല അൻ തകൂന തിജാറത്തൻ ഹാളിറത്തൻ തുദീറൂനഹ ബൈനക്കും. 2 ഭാഗവും പൂർത്തിയായിട്ട് കഴിയുന്ന ഇടപാടുകളാണെങ്കിൽ എഴുതി വെക്കണം എന്നില്ല. അവിടെ വേണമെങ്കിൽ സാക്ഷികളെ നിർത്താം. അതല്ലാതെ പിന്നത്തേക്ക് വെക്കുന്ന ഇടപാടുകളാണെങ്കിൽ പിന്നത്തേക്ക് വെക്കുന്ന, ഒന്നുകിൽ പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പൈസ ഇപ്പം കൊടുത്തിട്ടുണ്ട്, സാധനം പിന്നെ ഡെലിവറി ചെയ്യും, പറ്റുമെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ തന്നെ എഴുതി രേഖയാക്കി വെക്കാം. ഒരു 50-100 രൂപ നഷ്ടം വന്നേക്കാം, കുറച്ച് സമയം നഷ്ടപ്പെട്ടേക്കാം. കൃത്യമായിട്ട് ഇതിൻ്റെ സീലിംഗ് വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, ഇത്ര ദിവസം കൊണ്ട് തീർക്കും, ഇത്ര പൈസ കൊടുക്കും, ഇത്ര ഗഡുക്കളായിട്ട് കൊടുക്കും. അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ വേണമെന്നൊക്കെ ചോദിക്കും ആൾക്കാർ. ഉണ്ടായിക്കോട്ടെ, സ്നേഹവും നിയമവും ഉണ്ടാകുന്നതാണ് നല്ലത്. സ്നേഹമുണ്ട്, നിയമം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ സ്നേഹത്തോടെ പോയിക്കോളി, നിയമം കടലാസിലൂടെ നിന്നോട്ടെ. എന്തെങ്കിലും സ്നേഹം തീർന്നു പോയാലോ? മനസ്സിലായില്ലേ? ഇവിടെ കറണ്ട് ഉണ്ടെന്ന് വെച്ചിട്ട് ഇൻവേർട്ടർ വേണ്ടാന്നുണ്ടോ? കറണ്ട് പോയാലോ? ഇൻവേർട്ടർ തൽക്കാലത്തേക്ക് ഹെൽപ്പ് ചെയ്യൂലേ, വർക്ക് ചെയ്യൂലേ? ഇൻവേർട്ടർ ഇല്ലെങ്കിൽ ഇരുട്ടായി പോകും. ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ തൽക്കാലം ഇൻവേർട്ടറിൽ ഓടിയിട്ട് കറണ്ട് തനിയെ വന്നോളൂ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സ്നേഹവും നിയമവും. നമ്മൾ തമ്മിലൊരു എഴുത്തൊക്കെ വേണോ എന്നൊക്കെ ആൾക്കാർ പറയും. സ്നേഹം നല്ലതാണ്. ആ എഴുത്തും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹക്കുറവുണ്ടായി, എന്താണ് നമ്മൾ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് സംശയം തോന്നിയാൽ ഇതെടുത്ത് നോക്കാൻ പറ്റും. ആർക്കാണ് തെറ്റ് പറ്റിയെന്നെങ്കിലും മനസ്സിലാവും, പരിഹരിക്കാൻ പറ്റും. പക്ഷേ ആ സ്നേഹം അവിടെ തന്നെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും കൂടെ പോകും. ഒന്നും എഴുതിയില്ല, രേഖയാക്കിയില്ല, സ്നേഹവും പോയി, എഴുത്തുമില്ല, നിയമവും ഇല്ല. അപ്പോൾ സ്നേഹവും വേണം,
നിയമവുമാണ്. അതാണ് ഇടപാടുകൾ ഏറ്റവും നല്ലത്. അത് ട്രസ്റ്റ് ആണെങ്കിലും, അത് കമ്മിറ്റികളാണെങ്കിലും, അത് കോൺട്രാക്റ്റ് ആണെങ്കിലും, അത് ഇനി ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും, ലീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജോലിയിൽ വേണ്ട മറ്റ് ആവശ്യങ്ങൾ, ഇതെല്ലാം രേഖയാക്കലാണ് അതിൻ്റെ ശരി. പിന്നത്തേക്ക് പൂർത്തിയാക്കാനുള്ള ഇടപാടുകളാണെങ്കിൽ എഴുതി വെക്കണമെന്ന് ഒരു പേജുള്ള ആയത്ത്, അത് ആയത്തുദ്ദൈൻ എന്ന് പറയുന്ന ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 283 ആയത്ത്. ഒരു പേജുണ്ട്. ആരോടാ പറയുന്നത്? നിരക്ഷരരായ ആളുകളോടാണ് പറയുന്നത് എഴുതി വെക്കണം. ആകെ 1-2% പേർക്ക് അത് സാക്ഷരത ഉള്ളത്. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എഴുതിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം പലർക്കും ഇടപാട് നടത്തുന്ന പലർക്കും എഴുത്തറിയില്ലായിരിക്കും. അതുകൊണ്ട് ആളെ വെച്ച് എഴുതിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എല്ലാവർക്കും എഴുതാൻ അറിയാം. ഇന്ന് എളുപ്പമാണ്. പെന്നും പേപ്പറും പോലും വേണ്ട എഴുതാൻ. ഫോണിൽ എഴുതി വെക്കാൻ പറ്റും. ഇത്ര പൈസ തന്നിട്ടുണ്ട്, ഇത്ര ബാലൻസ് ഉണ്ട്, അത് സ്ക്രീൻഷോട്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിനി മുദ്രപത്രത്തിലൊന്നും എഴുതിയില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ടാക്കി വെച്ചു, ടെക്സ്റ്റാക്കി, ഇത് തന്നെ ഒരു എഴുത്തായി, രേഖയായി. പിന്നെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഈ പറയുന്ന എഴുത്തുകളൊക്കെ സഹായിക്കും. അപ്പം സാക്ഷരത ഇല്ലാതിരുന്ന കാലത്ത് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു മര്യാദയായിട്ട്. നിങ്ങൾ യാത്രയിലാണ്, ആളെ കിട്ടുന്നില്ല, പണയമായിട്ട് വെക്കാൻ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും ഇടപാടുകളിൽ സുതാര്യതയും വിശ്വസ്തതയും കൃത്യതയും നിലനിർത്താൻ സഹായകരമായ കാര്യങ്ങൾ സ്വീകരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഇടപാടുകൾ പിന്നത്തേക്കുള്ളതാണെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളത്. അപ്പം അതിലൊരു മടിയും കാണിക്കണം. കളിക്കാർ പോലും കോൺട്രാക്റ്റ് എഴുതുന്നുണ്ട്. എത്ര വർഷം ഉണ്ടാകും, എപ്പം പോകാൻ പറ്റും, പോകുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം, എത്ര ആക്കണം. കളിതമാശകളിൽ പോലും അതൊരു പൈസ കൊടുത്തിട്ടാകുമ്പം അതിലെഴുത്തും കുത്തൊക്കെ ഉണ്ടെങ്കിൽ ദീനപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഗൗരവമുള്ള ഇടപാടുകളിൽ എങ്ങനെയാണ് വെറും വാമൊഴിയായിട്ട് കാര്യങ്ങൾ വെക്കുന്നതിനാണ്? ദീനിൻ്റെ നിർദ്ദേശമാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുക. നമ്മളെ മുമ്പിലുള്ള ഇടപാടുകളുടെ ഇഷ്ടം പോലെ. ഈ സമയത്തിന് റമദാനിൽ തന്നെ ഒരു കോൺട്രാക്റ്റാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണം. ആദ്യത്തെ കോൺട്രാക്റ്റ് എഴുതി പൂർത്തിയാക്കി. അപ്പോൾ ആ രീതിയിൽ സ്നേഹമായി ബന്ധമായി. രണ്ടാമത്തത് എഴുതാതെ തുടങ്ങിയപ്പോൾ അതിൽ പ്രശ്നമായി. പൈസ ആദ്യമേ വാങ്ങി, പണി പൂർത്തിയായില്ല, കുറച്ചും കൂടെ വേണ്ടി വരും, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇത് സാധാരണയാണ്. എഴുത്തുണ്ടെങ്കിൽ ഒന്നുമില്ല, വായി തുറക്കാൻ അവസരം, എല്ലാം രേഖയിൽ അവിടെ ഉണ്ടാകും. ആരാണ് തെറ്റിക്കുന്നതെങ്കിലും മനസ്സിലാവും. ഇപ്പോൾ ഖുർആൻ്റെ നിർദ്ദേശമാണ് സൂറത്തുൽ ബഖറയിലെ 283 ആയത്തിൽ, സത്യവിശ്വാസികളെ നിങ്ങൾ പിന്നീട് പൂർത്തിയാകുന്ന രീതിയിലുള്ള ഇടപാട് നടത്തുകയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അടുത്ത സംഗതി, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ മടി കാണിക്കരുത്. ഒരു കാർ റീസെയിലിന് വെക്കുകയാണ്, ഒരു ആക്സിഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പറയത്തക്ക ഒരു ന്യൂനത ഉണ്ടെന്ന് കരുതുക, പറയത്തക്ക ന്യൂനതയാണെങ്കിൽ അത് പറയാൻ നമ്മൾ മടി കാണിക്കരുത്, അത് മറച്ചു വെക്കരുത്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഈ കന്നുകാലികൾ ഇടപാട് നടത്തുമ്പോഴൊക്കെ ആളുകൾ 2-3 ദിവസം പാല് കറക്കാതിരിക്കും, എന്നിട്ട് അകിട് കെട്ടിവെക്കും. അപ്പോൾ അകിട് നല്ല പാലുണ്ടെന്ന് കാണിക്കും. ആദ്യത്തെ 2 ദിവസം ഇവർക്ക് നല്ല പാല് കിട്ടും, 3-ാമത്തെ ദിവസം പാല് കുറയും. അപ്പം ഇങ്ങനെ ഓരോ മേഖലയിലും ഓരോ രീതിയിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാർ ചെയ്യുന്ന കാണാം. പേരക്ക ഉണ്ട് അല്ലെങ്കിൽ മുന്തിരി ഉണ്ട്, നല്ലതൊക്കെ മുമ്പിൽ വെക്കും, പുറകിൽ വേണ്ടാത്ത ഉണ്ടാകും. അപ്പോൾ അത് കാണിച്ച് 1 കിലോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് ചെറുതെടുത്ത് ഇതിൽ കൊടുക്കും. എന്താ കിട്ടിയത്? ഒരു 50 രൂപ കിട്ടിയിരിക്കാം, 100 രൂപ കിട്ടിയിരിക്കാം, 5000 റുപ്യ പോകാനുള്ള അസുഖം വേറെ ബാക്കിൽ വരും. മനസ്സിലായില്ലേ? തൽക്കാലം ഒരു 50 രൂപ കിട്ടിയെന്നല്ലാതെ അത് ഏതെങ്കിലും വക്കീലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിനോ പോകും. പകരം സത്യസന്ധത കാണിച്ചാൽ ഈ മനുഷ്യൻ നാളെയും വരും. അയാൾ 2 ആൾ വേറെ കൂട്ടിക്കൊണ്ട് വരും. അപ്പം താൽക്കാലികമായ ഒരു ചൊറിച്ചലല്ലാതെ ഒരു സുഖവും ഒരു ലാഭവും കളവിലൂടെ കിട്ടുന്നില്ല. അപ്പോൾ കളവ് വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും കാണിക്കരുതെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. എല്ലാ തുസറു തങ്ങൾ പറയണം, നിങ്ങൾ അകിട് കെട്ടിവെക്കരുത്. അപ്പോൾ അവിടെ ഒന്നും പറയുന്നൊന്നുമില്ല, ഈ അകിടിൽ ഇത്ര പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാണുന്ന ആൾ തെറ്റിദ്ധരിക്കുന്നേ ഉള്ളൂ, ഇതിൽ ഇത്രയും പാലുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നേ ഉള്ളൂ. അയാൾ പോയി നോക്കുമ്പോൾ 2 ദിവസം നല്ല പാലും കറവയൊക്കെ കിട്ടി, 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ ശരിയായ സ്വഭാവം മനസ്സിലായി. അപ്പം ആ രീതിയിൽ നിങ്ങൾ അകിട് കെട്ടിവെക്കരുത് എന്ന് ഹദീസിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കളവ് പറയരുതെന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾക്ക് കള്ളസത്യം ചെയ്തും കളവ് പറഞ്ഞും സാധനങ്ങൾ പോകുന്നതായി തോന്നും, അത് ബർക്കത്തുകേടാണ്. സത്യസന്ധമായിട്ട് ചെയ്യുന്ന കച്ചവടം അതിന് പേരുണ്ടാകും, അതിൻ്റെ ലെഗസി ഉണ്ടാകും, അതിൻ്റെ ആ സൽപ്പേരുണ്ടാകും, ആ ഉപഭോക്താക്കൾ വീണ്ടും വരും എന്ന് മാത്രമല്ല, അത്താജുറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സത്യസന്ധനായ വിശ്വസ്തനായ ഇടപാടുകാരൻ, കച്ചവടക്കാരൻ നബിമാരുടെയും സിദ്ദീഖുകളുടെയും കൂടെയാണ്. അതുപോലെ ഇസ്ലാം പഠിപ്പിച്ച ഒരു പോളിസിയാണ്, ഇന്ന് പാശ്ചാത്യരൊക്കെ അതിനെ സ്വീകരിക്കുന്നുണ്ട്. ലിബറൽ പോളിസി സ്വീകരിക്കുക, ഉദാര നയം.
വിട്ടുവീഴ്ചയുടെ നയം. ഈ പൈസൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം, കൈവിട്ടാൽ അത് ഇങ്ങോട്ട് തന്നെ വരും, ഇറക്കി പിടിച്ചാൽ കയ്യിൽ നിന്ന് പോയി പോകും. മനസ്സിലായില്ലേ? കുറച്ച് വിട്ടുവീഴ്ച ചെയ്താൽ, ഇടപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്താൽ നന്നായിട്ട് ഇടപാടുകൾ നന്നാവും, ലാഭകരമായ രീതിയിലായിത്തീരും. ഒരു പിശുക്കനെ പോലെ പെരുമാറിയാൽ ഉപഭോക്താക്കളും കയ്യിൽ നിന്ന് പോകും, പൈസ കയ്യിൽ നിന്ന് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ പണം, ഈ സൗകര്യങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരവും ആസ്വദിക്കാൻ വളരെ ആനന്ദകരവുമാണ്. ഹുൽവത്തുൻ ഖദിറ, മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാണ്, കാണാൻ മനോഹരമാണ്, ആസ്വദിക്കാനും ആനന്ദകരമാണ്. ആര് അതിനെ ഉദാരതയോടെ സംതൃപ്തിയോടെ സ്വീകരിക്കുന്നോ അവർക്കതിൽ ബർക്കത്തുണ്ടാകും. ആര് ആർത്തിയോടെ പിശുക്കോടെ അതിനെ സമീപിക്കുന്നോ അവർക്കതിൽ ബർക്കത്തുണ്ടാകില്ല. ഇപ്പം ഇടപാടുകളിൽ ഉദാരത കാണിക്കുക, അത് രണ്ട് ഭാഗത്തുനിന്ന് കാണിക്കണം. നമ്മൾ ഉപഭോക്താവാണെങ്കിലും ഇനിയല്ല നമ്മൾ കച്ചവടക്കാരനാണെങ്കിലും ഉദാരത കാണിക്കുക. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു മനുഷ്യൻ അനുഗ്രഹിക്കട്ടെ, സംഹൻ ഇദാ ബാഅ സംഹൻ ഇദഷ്തറ സംഹൻ ഇദഖ്തള. വിൽക്കുന്ന സമയത്ത് ഉദാരനാണ്, വാങ്ങുന്ന സമയത്ത് ഉദാരനാണ്, എന്തെങ്കിലും അവകാശം ചോദിക്കുന്ന സമയത്തും ഉദാരനാണ്. എന്തെങ്കിലും അവകാശം കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലോ നമുക്ക് കിട്ടാനുള്ളൊരു അവകാശം ഉണ്ടെന്ന് കരുതാം. അത് ചോദിക്കുമ്പം മാന്യമായ രീതിയിൽ ചോദിക്കുക, വിട്ടുവീഴ്ചയോടെ ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് അള്ളാഹുവിന് അനുഗ്രഹവും കിട്ടും, ഇൻഷാ അല്ലാഹ് ലാഭവും കിട്ടും, ഇടപാടും നന്നാകും. ഇപ്പം ആമസോണൊക്കെ കാണുന്നില്ല, നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് തന്നോളി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ നഷ്ടമൊന്നുമില്ല. അതിൽ വേറൊരു സിസ്റ്റം ഉണ്ട്, ആ പൈസ സെല്ലറിന് പോകുന്നില്ല. അപ്പം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ലതാണ്, മനസ്സിലായില്ലേ? വാങ്ങാം, തിരിച്ചു കൊടുക്കാം. ശരിക്കും തിരിച്ചെടുക്കണമെങ്കിൽ നിയമപരമായിട്ട് നിർബന്ധമൊന്നുമില്ല. ന്യൂനത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആദ്യം ഓപ്ഷൻ പറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ഇടപാട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം എന്നല്ലാതെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞാലോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തന്നേക്കുന്നോ അല്ലെങ്കിൽ ഒരാൾ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ അത് വാങ്ങാനൊക്കെ തയ്യാറായാൽ ഇഖാല എന്ന് പറയും. ഒരാൾ സാധനം വാങ്ങി ഇടപാട് പൂർത്തിയായി, അപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മൂന്ന് സന്ദർഭത്തിൽ നമുക്കത് നിയമപരമായിട്ട് നിർബന്ധമാണുള്ളൂ. ഒന്നുകിൽ അദ്ദേഹം ആദ്യം പറയണം, ഞാൻ 3 ദിവസത്തിനുള്ളിൽ പറയും എന്ന് പറയണം, അല്ലെങ്കിൽ അതിൽ പറയത്തക്ക ന്യൂനത ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ഇടപാട് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്, അത് എക്സിക്യൂട്ട് ആകുന്നതിന് മുമ്പ് അവർ ക്യാൻസലാക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പിച്ച് അത് എക്സിക്യൂട്ട്, നമ്മൾ മുറിക്കാന്നല്ലോ കോഴിക്കോട് ഭാഷയിൽ, മുറിച്ചു കഴിഞ്ഞു, മനസ്സിലല്ലേ? അങ്ങനെ അതിന് മുമ്പ് പറഞ്ഞാലും മാത്രമേ തിരിച്ചെടുക്കൽ നിർബന്ധമുള്ളൂ നിയമപരമായിട്ട്. എന്നാൽ ഒരാൾ സ്വന്തമായിട്ട് അതിന് തയ്യാറായാൽ തിരിച്ചു കൊണ്ടുവന്നു, ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് തയ്യാറായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ അഖാൽ അള്ളാഹു അസറാത്തിഹി, അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ആ മനുഷ്യനൊരു തെറ്റുപറ്റി അത് വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് നീങ്ങുന്നു. നമ്മളതിന് അവസരം കൊടുത്താൽ നമ്മളുടെ ഇടപാടുകൾ അള്ളാഹുമായിട്ട് ഒരുപാടുണ്ട്. അള്ളാഹു തആല അതിൽ നമ്മളോട് വിശാലത കാണിക്കും, വിട്ടുവീഴ്ച കാണിക്കും. എന്ന് മാത്രമല്ല ദുനിയാവും നന്നാകും. എന്നോട് പൂനെയിലൊരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന വലിയ അറിയപ്പെടുന്ന ട്യൂഷൻ സെൻ്ററാണ്. അവർ ചോദിച്ചു, ഫീസിലെ റിട്ടേൺ പോളിസിയെ പറ്റി ചോദിച്ച്, ചില ആൾക്കാർ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ക്യാൻസലാക്കും, ചിലർ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ക്യാൻസൽ ചെയ്യും, എന്താണ് പോളിസി? നമ്മൾ നിങ്ങളൊരു സർവീസാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം അത് പറഞ്ഞ് ഇടപാട് ഉറപ്പിച്ച് ഫൈനലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ നിങ്ങൾ കുറച്ചും കൂടെ ലിബറലായിട്ടുള്ളൊരു പോളിസി സ്വീകരിച്ച് ഫീസ് കുറച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്തായാലും പേരുണ്ടാകും, പഠിച്ചവൻ്റെ അടുത്തും ഗുണം കിട്ടും എന്ന് പറഞ്ഞു. മുപ്പര് പറഞ്ഞു, എനിക്ക് നല്ല പേരാന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ വിശ്വസിച്ചിട്ട് ചേരാണ്, നോക്കിയിട്ട് ചേരാ, വേണ്ടെങ്കിൽ ഒഴിവാക്കാമല്ലോ. അതോടുകൂടെ മുപ്പര് ആദ്യമേ ആ പോളിസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിൽ വളരെ നല്ല പേരാന്ന് പറഞ്ഞു. രണ്ടും കിട്ടി, നല്ല കച്ചവടവും കിട്ടി, ഉപഭോക്താക്കളെയും കിട്ടി, അതുപോലെ തന്നെ പ്രതിഫലവും കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ബനി ഇസ്രായേലിൽപ്പെട്ട മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം അമലുകളുമായി അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയപ്പം അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്നേക്കാൾ വലിയ ഉദാരനാവുകയാണോ? നീ എന്നേക്കാൾ വലിയ കാരുണ്യവാനാകുകയാണോ? ഞാൻ നിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു. എന്താ കാരണം? അദ്ദേഹം ഇടപാടുകൾ നടത്തുമ്പം പൈസ ഇല്ലാത്തവർക്ക് സംഖ്യ കുറച്ചു കൊടുക്കും, ഉള്ളവർക്ക് അവധി കൊടുക്കും, ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കി കൊടുക്കും ഒരു ഭാഗമൊക്കെ. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാ പാപങ്ങളും പുറത്തുവിടും. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ കച്ചവടം ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കി സ്വർഗവും നേടി. അപ്പോൾ ലിബറൽ പോളിസി എന്ന് പറയുന്ന സംഗതി ദീനിൽ പഠിപ്പിച്ച കാര്യമാണ്. സംഹൻ, ഇമാം ബുഖാരി കിതാബുൽ ബൈഅ, ഇടപാടുകളുടെ പുസ്തകം തന്നെ തുടങ്ങുന്നിടത്ത് ആദ്യം പറഞ്ഞ ഹദീസുകളിലൊന്നാണ് ലിബറൽ പോളിസി. വിശാലത, ഉദാരത സ്വീകരിക്കുക.
പൈസൻ്റെ സ്വഭാവം അതാണ്. നമ്മളൊന്ന് കയ്യിൽ നിന്ന് വിട്ടുപിടിക്കണം, അപ്പോഴാണ് പൈസ ഇങ്ങോട്ട് വരാം. പിശുക്കനെ പോലെ അതിൽ തപസ്സിരുന്നാൽ ഒരു നിലയിലും പൈസ ഇങ്ങോട്ട് വരില്ല. അടുത്ത സംഗതി സംശയകരമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സംശയകരമായ ഇടപാടുകൾ ഒഴിവാക്കുക. നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇടപാട്, അതിൽ സംശയകരമായ സംഗതി, അത് ഹലാലാണോ ഹറാമാണോ, അല്ലെങ്കിൽ അതിൽ വേറെ ആർക്കെങ്കിലും അവകാശമുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വന്നാൽ ആ ഇടപാടുകൾ ഒഴിവാക്കുക. സഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം കാണാം. ഒരാൾ വിവാഹാലോചന നടത്താണ്. വെറുതെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ പാല് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാലൊന്നും പാലുകൂടി ബന്ധമാകില്ല. തങ്ങൾ പറഞ്ഞത് വിട്ടേക്ക്, അങ്ങനെ പറഞ്ഞല്ലോ, പറഞ്ഞ സ്ഥിതിക്ക് അത് വിട്ടേക്കെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു റൂമർ വന്നു, ഇങ്ങനൊരു പ്രശ്നം അതിലുണ്ട്. പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കുകയും ആ സംശയത്തിൻ്റെ വഴികൾ അടച്ചു കളയുകയും ചെയ്യുക. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അഭിമാനത്തിനാണ് ഏറ്റവും വലിയ ഗുണം. ആരെങ്കിലും സംശയകരമായ സംഗതികളെ സൂക്ഷിച്ചാൽ അവൻ്റെ ദീനും അവൻ്റെ അഭിമാനവും സുരക്ഷിതമായി. അതുപോലെ ഇനി അടിസ്ഥാനപരമായൊരു സംഗതി ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടത് അനിശ്ചിതത്വം ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാ ഇടപാടുകളിലും വ്യക്തത വേണം. അൺസേർട്ടനിറ്റി ഒരിടപാടിലും പാടില്ല, അനിശ്ചിതത്വം പാടില്ല. ഒരുപാട് പേര് കമ്മീഷൻ വ്യവസ്ഥയിൽ ഇടപാട് നടത്താറുണ്ട്. വാടക കെട്ടിടങ്ങൾ കസ്റ്റമർ നമ്മൾ ആക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭൂമി ഇടപാട് നമ്മളതിൽ ബ്രോക്കറായിട്ട് നിൽക്കുകയാണ്, അതിന് കമ്മീഷൻ കിട്ടും. ഇനി അല്ല വേറെ പാർട്ട്ണറായിട്ട് നിൽക്കുകയാണ്, ഏത് രീതിയിലാണെങ്കിലും നോക്കി ഇൻഷാ നിങ്ങൾ ഇടപാടാക്കി ഞാനത് നോക്കിയിട്ട് തരാം എന്ന് പറഞ്ഞു കൂടി ഇയാൾ പ്രതീക്ഷിച്ചത് ചിലപ്പം 5% ആയിരിക്കും, മൂപ്പര് കരുതത് 3% ആ രീതിയിൽ ഇടപാടുകൾ നടത്തരുത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഗറർ, അൺസേർട്ടനിറ്റി ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ജോലിക്കാരെ വെക്കുകയാണെന്ന് കരുതാൻ, അപ്പം നമ്മൾ പരിചയത്തിൻ്റെ പേരിൽ അവർ വരും, അപ്പം വൈകുന്നേരം വരെ പണിയുണ്ട്, വൈകുന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു 1000 റുപ്യ കരുതി, മുപ്പര് റമദാനൊക്കെ അല്ലേ, ഒരു 1500 കിട്ടുന്ന മനസ്സിൽ കരുതിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ കുറഞ്ഞു പോയി എന്നൊരു തോന്നലിന് അവർക്കോ ഇനി എല്ലാം അവസാനം അവർ ചോദിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് 2000 വേണം. 2000 സാധാരണ 1000 അല്ലേ, റമദാനൊക്കെ അല്ലേ. അപ്പം നമുക്ക് തോന്നാണ് അവർ കൂടുതൽ വാങ്ങി. ഇലക്ട്രീഷ്യനെ വിളിച്ചു, പ്ലംബറെ വിളിച്ചു, കൊട്ടേഷൻ ആദ്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ആദ്യം ചോദിച്ചില്ല, പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയാം 15000 റുപ്യ, അല്ലെങ്കിൽ നമ്മൾ പറയണം അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾക്ക് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ തോന്നുന്ന രീതിയിൽ ഇടപാട് നടത്തരുത്. ഒന്നുകിലും നമ്മൾ പിന്നെ തയ്യാറായിരിക്കണം. ഓക്കെ, എത്ര പറഞ്ഞാലും കൊടുക്കാൻ റെഡി, ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ സ്ഥലം എത്ര പറഞ്ഞാലും കൊടുക്കാമെന്നുള്ള ഇതാന്ന് പറയാം. അല്ലെങ്കിൽ അത് വ്യക്തമായിരിക്കണം. അത് കമ്മീഷനാണെങ്കിലും അത് കൂലിയാണെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിലും നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഗറർ, അനിശ്ചിതത്വം, അൺസേർട്ടനിറ്റി ഉണ്ടാകരുത് ഇടപാടുകളിൽ. ഇതൊക്കെ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത് അവരുമായിട്ട് ഇടപാട് നടത്താൻ തോന്നില്ല. പിന്നെ പലിശ എന്ന സംഗതിയെപ്പറ്റി നമ്മൾ ശരിക്കും പഠിക്കണം. എന്താണ് പലിശ എന്നുള്ളത്? ഒരു മുതൽ മുടക്കിന് റിസ്ക് ഇല്ലാതെ ലാഭം കിട്ടുന്ന ഏർപ്പാടുകളാണ് പലിശ. സാധാരണ രീതിയിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. അത് പല രീതിയിലാണ് അവർ റിസ്ക് ഇല്ലാതാക്കി തരാം. അവർ പറഞ്ഞു നിങ്ങളൊന്നും പഠിക്കണ്ട, ലാഭമാണ് നിങ്ങൾക്ക് ഇത്ര തരാം, നഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം ഇപ്പുറത്ത് ലാഭം എന്നാണല്ലോ കേൾക്കുന്നത്, പലിശ അല്ലല്ലോ. അപ്പോൾ ലാഭമാണല്ലോ. ആർക്കാണ് ലാഭം ഹലാലാകുക? നഷ്ടം വന്നാൽ സഹിക്കാൻ തയ്യാറുള്ള ആൾക്കാണ് ലാഭം ഹലാലാകുക. ഇത് ലാഭമാണെങ്കിൽ ഇത്ര ശതമാനം തരും. എത്ര ജ്വല്ലറികൾ, എത്ര മുസ്ലിം ജ്വല്ലറികളാണ് ഇത് ചെയ്യുന്നത്. ഇത്ര നിക്ഷേപം സ്വീകരിക്കും, ഫിക്സഡ് റിട്ടേൺ കൊടുക്കും, അല്ലെങ്കിൽ പറയുമ്പോൾ ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. നഷ്ടം സംഭവിച്ചാൽ എന്താണെന്നുള്ളതിനെപ്പറ്റി അവർക്ക് ധാരണയില്ല, അല്ലെങ്കിൽ നഷ്ടം സഹിക്കാൻ ഇവർ തയ്യാറല്ല. ഇങ്ങനെ ചെയ്താൽ ഇത് പലിശയാണ്. ഇങ്ങനെ പലിശയാകുന്ന ഇടപാടുകൾക്കൊക്കെ ഓൾട്ടർനേറ്റീവ് ഉണ്ടാകും. അതിൻ്റേതായ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകും. ചെറുതായിട്ട് ആ ഇടപാടുകളുടെ ഒരു ഫോർമാറ്റ് മാറ്റിയാൽ തന്നെ അത് പലിശ അല്ലാതായി മാറും. ഉദാഹരണത്തിന് വീട് പണയത്തിനെടുക്കുന്നവരുണ്ട്. വീട് പണയത്തിനെടുക്കുമ്പം 5-10 ലക്ഷം കൊടുക്കുകയാണ്. 2 വർഷം കഴിഞ്ഞാൽ വീട് തിരിച്ചാകുമ്പോൾ ഒരു 10 ലക്ഷം പൂർണ്ണമായിട്ട് തരും. ഇത് പലിശയല്ലേ? കാരണം നമ്മൾ ആ കടം കൊടുത്തതിന് പകരം മാസം 15000 തരുന്നതിന് പകരം 15000 റുപ്യക്കുള്ള ഒരു വീട് തന്നു എന്നല്ലേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ ഇടപാട് നടത്തിയാൽ ഇത് പലിശയായിരിക്കും. കാരണം ഇവർക്ക് 10 ലക്ഷം അവിടെ തന്നെ ഉണ്ട്, അത് 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. അതുവരെ ഉപയോഗിക്കാൻ ഈ വീട് അവർ കൊടുക്കുകയാണ്. ഇനി അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ചുളു വാടകയായിട്ട് 1000 റുപ്യ കൊടുത്താലും പോരാ. കാരണം ഈ കടം കൊടുത്തുകൊണ്ടാണ് ഇത് 1000 റുപ്യ കിട്ടിയത്, അല്ലാതെ വേറൊരാൾ വന്ന് ചോദിച്ചാൽ ഇത് 1000 റുപ്യക്ക് വാടകയ്ക്ക് കിട്ടാത്ത സാധനമാണ്. പകരം എന്ത് ചെയ്യുക? ഒരുമിച്ച് വാടക നിശ്ചയിക്കുക. 2 വർഷത്തേക്കുള്ള വാടക നിശ്ചയിച്ചു. അപ്പോൾ അതൊരു വലിയ സംഖ്യയുണ്ട്.
അതൊറ്റ തവണയായിട്ട് കൊടുത്തു. ഒറ്റ തവണയായി കൊടുക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് സംഖ്യ കുറച്ച് തന്നു. അപ്പം 10 ലക്ഷം കിട്ടിയില്ലെങ്കിലും മാസം മാസം വാടകയല്ല, അത് നല്ലൊരു സംഖ്യ അവർക്ക് കിട്ടും. ഇവർക്കത് ഹലാലാവുകയും ചെയ്യും. ദീർഘകാലം നിശ്ചയിച്ചു, വാടക പറഞ്ഞു, ആ വാടക ഒറ്റ തവണയായിട്ട് കൊടുത്തു. അപ്പം ഇവർക്കും രണ്ടു കൂട്ടർക്കും അത് ഹലാലായി. അപ്പം എന്താണ് പലിശ എന്നും നമ്മൾ നടത്തുന്ന ഇടപാടുകളിൽ പലിശ വരുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പലിശ ഇല്ലാതാക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ ഒരു രസകരമായ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം, ഒരാളുടെ കയ്യിൽ 1 കോടി റുപ്യ ഉണ്ടെന്ന് കരുതാം. ഇദ്ദേഹം ഒരാൾക്ക് കൊടുക്കുകയാണ് 1 കോടി. എന്നിട്ടൊരു 1000 റുപ്യ അധികം വേണമെന്ന് പറഞ്ഞാൽ പോലും അത് പലിശയാവും. നേരെ മറിച്ച് വേറൊരാൾ ഇപ്പുറത്തുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ആ പൈസ വാങ്ങിത്തരാം, പക്ഷെ എനിക്ക് 10 ലക്ഷം റുപ്യ തരണം. ഇയാൾക്ക് ഇത് ഹലാലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പണത്തിനുള്ള പൈസ ചോദിക്കുന്നത്. അത് ഇയാൾക്ക് ലാഭം എടുക്കാൻ പോകും. അതിൽ പാർട്ട്ണറായി ചേർന്നിട്ട് നഷ്ടം സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും ലാഭം പെർസെൻറ്റേജ് പറഞ്ഞ് വാങ്ങാം. ഫിക്സഡായിട്ട് ഇത്ര പൈസ വേണമെന്ന് ഇയാൾക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഈ മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ല, അദ്ദേഹം സർവീസാണ് ചെയ്യുന്നത്. ഇയാളുടെ ഒരു വാല്യൂ വെച്ചുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിത്തരുന്ന സർവീസാണ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ഇടപാട് ശതമാനത്തിലോ അല്ലെങ്കിൽ കടമായിട്ടൊക്കെ നടക്കുന്നത്. ഇദ്ദേഹമായിട്ട് എന്താ ബന്ധം? ഇദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്, ഒരു സർവീസാണ് ചെയ്യുന്നത്. അതിനുള്ള കൂലി അദ്ദേഹത്തിന് വാങ്ങാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ 1 കോടിയുള്ള ആൾക്ക് 10 15 ഉണ്ടാക്കാം, ലാഭനഷ്ട വ്യവസ്ഥയിൽ ഉണ്ടാക്കാം. എന്നാൽ വേറൊരാൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ കമ്മീഷനായിട്ട് തന്നെ പൈസ വാങ്ങാൻ പറ്റും. ചുരുക്കത്തിൽ പലിശയായിട്ട് മാറുന്ന പല ഇടപാടുകളും അതിൻ്റെ വ്യവസ്ഥകളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ ഹലാലായ രീതിയിലേക്ക് അതിനെ മാറ്റി തീർക്കാൻ സാധിക്കും. ഒരാൾക്കൊരു വലിയ മെഷീനറി വാങ്ങണം. നിങ്ങൾ പൈസ കടം കൊടുത്തിട്ട് അതിൻ്റെ പലിശ വാങ്ങുന്നതിന് പകരം നിങ്ങളത് വാങ്ങി അദ്ദേഹത്തിന് മറച്ചു വിറ്റാൽ അത് ഹലാലായി. അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾ റിസ്ക്കിലാണ്. നിങ്ങൾ അദ്ദേഹത്തിന് മറച്ചു വിറ്റ് അദ്ദേഹം പൈസ പിന്നെ തരികയാണ്. ഇത് വാങ്ങി മറച്ചു വെക്കല, ഇത് ഹലാലായ ഇടപാടായി മാറി. പകരം നിങ്ങൾ പൈസ കൊടുത്ത് അദ്ദേഹം വാങ്ങുകയും ആ പണം കടം കൊടുത്തതിന് പകരം അധികം തരികയും ചെയ്താൽ ഇത് പലിശയായിട്ട് മാറി. അങ്ങനെ പലിശ ഇടപാടുകളെ അതിൻ്റെ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് പലിശ ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കും. അത് ദീനിൽ അനുവദിച്ച കാര്യമാണ്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി എന്താണ് പലിശ, ഏതൊക്കെ രൂപത്തിൽ പലിശയാകും, ഏതൊക്കെ രൂപത്തിൽ ഹലാലാകും എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനെ പറ്റി പഠിക്കണമെന്നില്ല. നമ്മൾ നടത്തുന്ന ഇടപാടുകളുടെ കൂട്ടത്തിൽ നമ്മൾ നടത്തുന്ന ഇടപാടുകൾ അതിലെന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുന്നെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി ചെറിയ ചെറിയ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയാൽ അത് പലിശ ഇല്ലാതായി മാറും. ഉദാഹരണത്തിന് ഇൻസ്റ്റാൾമെൻറ്റിൽ തവണ തെറ്റിയാൽ സംഖ്യ കൂടും എന്നുള്ള വ്യവസ്ഥ കൊണ്ടാണത് പലിശയായിട്ട് മാറുന്നത്. പകരം ഇടപാടിന് മുമ്പ് നെഗോഷിയേഷൻ്റെ സമയത്ത് നമ്മൾ പണം ഇതിനെ വിലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓപ്ഷനായിട്ട് വെക്കുകയാണ്. പല ഓപ്ഷൻ. നിങ്ങളിപ്പം ഒറ്റ തവണയായിട്ട് അടക്കുകയാണെങ്കിൽ ഇത്ര, 1 വർഷം കൊണ്ട് അടക്കുകയാണെങ്കിൽ ഇത്ര, 3 വർഷം കൊണ്ട് അടക്കുകയാണെങ്കിൽ ഇത്ര. ഇത് ഇവരുടെ നെഗോഷിയേഷൻ ഇടപാടായിട്ടില്ല. അതിലൊന്ന് ഫിക്സ് ചെയ്തിട്ട് ആ ഇടപാട് നടത്തിയാൽ അത് ഹലാലാണ്. അടവ് തെറ്റിയാൽ സംഖ്യ വർദ്ധിക്കും എന്നൊരു നിബന്ധന അതിൽ വരുമ്പോഴാണ് അത് പലിശയായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങാം. ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഇടപാട് നടത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് മാർക്കറ്റ് മാറും, അതിന് കണക്കായിട്ട് ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ മാറും. അതിനെന്താണ് ഹലാലായ രീതി, എന്താണ് ഹറാമായ രീതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഇടപാടുകളിൽ പൂർണ്ണമായും ഹലാലായ രീതിയിൽ തന്നെ ലാഭകരമായിട്ട് നമ്മളുടെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നടത്തുന്ന ഇടപാടുകളെ പറ്റി നമ്മൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക, എന്താണ് ഇതിലെ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. അല്ലാഹു തആല ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. എന്താണെങ്കിലും കച്ചവടം, കട, ഇടപാടെന്ന് പറയുന്നത് 2 ലോകം സമ്പാദിക്കാനുള്ള വഴിയാണ്. നമുക്ക് പണം കിട്ടി, കുടുംബത്തെ പോരാൻ സാധിച്ചു. ഇതിൻ്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. സത്യസന്ധമായ സൽപ്പേരുള്ള ഒരു കച്ചവട സ്ഥാപനം എന്ന് പറയുന്നത് 2 ലോകത്തേക്കുള്ള സമ്പാദന. ആ രീതിയിൽ ഇടപാട് നടത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മൾ എല്ലാ സ്ഥലത്തും കാണാം. അതിൽ 500 രൂപയുടെ ഇടപാടാണെങ്കിൽ അത് കാണണം. ഒരു പണിക്കാരത്തിനെ വീട്ടിൽ വിളിച്ചു, ഒരു 10 ആളുടെ പരിപാടിയുണ്ട്, സൽക്കാരമുണ്ട്, ഒരു 500 രൂപ പറഞ്ഞു. നമ്മൾ പോകുന്ന സമയത്ത് ഒരു 100 രൂപ കൂട്ടിക്കൊടുത്തു. നേരത്തെ പറഞ്ഞ ലിബറൽ പോളിസി സ്വീകരിച്ചു, ഉദാര നയം സ്വീകരിച്ചു. നോമ്പല്ലേ പെരുന്നാളല്ലേ എന്ന് കരുതി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു 100 രൂപ അധികം കൊടുക്കുമ്പം ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടുന്നതിന് ഈ ഒരു ഇടപാട്, ഒരു പണിക്കാരത്തിനെ വിളിച്ച് നമ്മളെ പണിയൊക്കെ കുറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നതിന്, പ്രതിഫലം കിട്ടുന്നതിന് കാരണമായി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതേ നിലപാട് നമ്മളോട് സ്വീകരിക്കും. നിങ്ങളുടെ അമലുകൾക്കൊക്കെ ഒരധികം പ്രതിഫലം, പറഞ്ഞതിനേക്കാൾ അധികം പ്രതിഫലം കണക്കില്ലാതെ പടച്ചോൻ തരുന്നതിന് കാരണമായി തരും. ആ രീതിയിൽ
ഇടപാടുകളെ നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.